കഴിഞ്ഞ 14-ാം തീയതി കാസർഗോഡ് നിന്നും പ്രയാണം ആരംഭിച്ച ജനമുന്നേറ്റ യാത്ര പടച്ചവൻ്റെ കരുണ കൊണ്ട് വിജയകരമായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ യാത്രയിൽ ഉണ്ടായ ഒരുപാട് അനുഭവങ്ങളെല്ലാം ഇവിടെ പങ്കുവെക്കാൻ സമയക്കുറവുണ്ട്. അപ്പോഴും ഈ യാത്രയിൽ ഞങ്ങൾക്കുണ്ടായ ഏറ്റവും ശ്രദ്ധേയമായ അനുഭവം, യാത്ര പുറപ്പെട്ട കാസർഗോഡ് ജില്ല മുതൽ ഇവിടെ എത്തിച്ചേരുന്നത് വരെ ജാതിമത രാഷ്ട്രീയ പ്രാദേശിക പരിമിതികൾ ഭേദിച്ചുകൊണ്ട് അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് സർവ്വജനങ്ങളും ഇതിനെ അഭിവാദ്യം ചെയ്തു എന്നതാണ്. എന്ന് പറഞ്ഞാൽ ആരാധനാലയങ്ങളുടെ അകത്തളങ്ങളിൽ നിന്നും വിശ്വാസികൾ ഉൾപ്പെടെ, അത് ചർച്ചുകളിൽ നിന്നും അമ്പലങ്ങളിൽ നിന്നും പള്ളികളിൽ നിന്നും ഉൾപ്പെടെ വിശ്വാസികളും സന്യാസിമാരും കന്യാസ്ത്രീകളും തൊഴിലാളികളും യുവാക്കളും അങ്ങനെ രാജ്യത്തിൻ്റെ സർവ്വ സാമൂഹ്യ മതജാതി വിഭാഗങ്ങളും വർഗവിഭാഗങ്ങളും ഈ യാത്രയെ പ്രതീക്ഷയോടെ അഭിവാദ്യം ചെയ്തുവെന്നത് നമ്മുടെ രാജ്യം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഭീതിജനകമായ പ്രശ്നങ്ങളുടെ ആഴവും അതിൽ പ്രതീക്ഷയോടെ ആരെങ്കിലും ഇടപെടുമ്പോൾ അവർക്കുള്ള ആത്മവിശ്വാസവുമാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. ഈ ജാഥയിൽ ഉന്നയിക്കുന്ന അടിസ്ഥാന പ്രമേയങ്ങൾ എന്തൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ട്. ഇതിൽ ഒന്നാമതായി ഭരണഘടനയെ സംരക്ഷിക്കുക എന്നതാണ്. നാം കുറേ കാലങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് രാജ്യത്തിൻ്റെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. പ്രത്യേകിച്ച് ഇവിടെ NRC വിഷയം വന്നപ്പോൾ ഒരുപക്ഷെ രാജ്യത്തിൻ്റെ മുഴുവൻ ഗ്രാമങ്ങളിലും ചർച്ച ചെയ്ത വിഷയമാണ് രാജ്യത്തിൻ്റെ ഭരണഘടനയും ഭരണഘടനാ മൂല്യങ്ങളും. നിങ്ങൾക്ക് ബോധ്യമുണ്ടായിരിക്കെ തന്നെ ഞാൻ ആവർത്തിക്കുകയാണ്, നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയാണ് നമ്മയും നമ്മുടെ രാജ്യത്തെയും സംരക്ഷിക്കുന്നത്. ഭരണഘടനയില്ലാത്ത രാജ്യം എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിൻ്റെ ചാതുർവർണ്ണ ശക്തികൾ ഈ രാജ്യത്തെ ശിഥിലീകരിച്ച് തൊഴിലിൻ്റെ പേരിൽ വിഭജിച്ച് ജാതി വ്യവസ്ഥ സൃഷ്ടിച്ച് അടിമവൽക്കരിച്ച ഇന്നലകളുടെ കൂരിരുട്ടിലേക്ക് രാജ്യം മടങ്ങിപ്പോകുന്ന ഒരു മഹാദുരന്തമായിരിക്കും ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. അതേതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെ പ്രശ്നം എന്ന നിലയിലല്ല ഭരണഘടനാ പ്രശ്നം. ഞാൻ എല്ലാ വേദികളിലും ഓർമ്മപ്പെടുത്താറുണ്ട്. നമുക്കറിയാം, മഹാത്മാ അയ്യങ്കാളി തൻ്റെ സമൂഹത്തിന് അക്ഷരം പഠിക്കുന്നതിന് വേണ്ടി സൈനികമായ സമരത്തിന് കാർമ്മികത്വം വഹിച്ച ഒരു ജില്ലയാണ് തിരുവനന്തപുരം ജില്ല. പഞ്ചമിക്ക് അക്ഷരം പഠിക്കാൻ അവസരം നിഷേധിച്ച ഒരു സാമൂഹ്യ വ്യവസ്ഥതയുണ്ട്. പണിയെടുത്താൽ കൂലി കൊടുക്കാതിരുന്നൊരു വ്യവസ്ഥതയുണ്ട്. വഴി നടക്കാൻ അവകാശം നിഷേധിച്ച വ്യവസ്ഥതയുണ്ട്. മാറുമറയ്ക്കാൻ അവകാശം നിഷേധിച്ച വ്യവസ്ഥതയുണ്ട്. അങ്ങനെ അക്ഷരം പഠിക്കാനും സഞ്ചരിക്കാനും പണിയെടുക്കാനും വേതനം ചോദിക്കാനുമുള്ള സർവ്വ അവകാശങ്ങളും നിഷേധിക്കപ്പെട്ട, അടിമകളായി ജീവിച്ചിരുന്ന മൃഗങ്ങളെക്കാൾ അകറ്റി നിർത്തപ്പെട്ട, അവകാശം നിഷേധിക്കപ്പെട്ട ഒരു ജനതയായിരുന്നു ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് മുമ്പുള്ള ജനത എന്ന കൃത്യമായ ധാരണ നമുക്കുണ്ടാകണം. നിരന്തരമായ സാമൂഹ്യമായ ഇടപെടലുകളിലൂടെ, സമരങ്ങളിലൂടെ, സമരനായകന്മാരുടെ പേര് ഞാനിവിടെ പരാമർശിക്കുന്നില്ല, കേരളത്തിന്റെ ചരിത്രത്തിൽ, ഇന്ത്യയുടെ നവോത്ഥാന ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ, ഞാനിവിടെ പരാമർശിച്ച മഹാത്മാ അയ്യങ്കാളി ഉൾപ്പെടെ, ശ്രീനാരായണ ഗുരു ഉൾപ്പെടെ ഈ രാജ്യത്തിന്റെ ഒരുപാട് ആളുകൾ നിരന്തരമായി നടത്തിയ സമര പോരാട്ടങ്ങളിലൂടെയാണ് ഈ ഭരണഘടനയ്ക്ക് വിധേയമായൊരു സാമൂഹ്യ ക്രമം രാജ്യത്ത് രൂപപ്പെട്ടിട്ടുള്ളത്. അതോടൊപ്പം ഇന്ത്യ രാജ്യത്തെ വൈദേശിക ആധിപത്യത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടി നടന്ന സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് ശേഷമാണ് മതനിരപേക്ഷതയുടെ ഭരണഘടന രൂപപ്പെട്ടിട്ടുള്ളത്. ആ ഭരണഘടനയ്ക്ക് വിധേയമായി മാത്രമാണ് രാജ്യം മുന്നോട്ട് പോകേണ്ടത്. ഇന്ത്യ രാജ്യം ഇന്ന് ഭരിക്കുന്നവർ ഭരണഘടനയിൽ വിശ്വസിക്കാത്തവരാണ് എന്നതുകൊണ്ട് അവർ രാജ്യത്തിന്റെ പാർലമെന്ററി സംവിധാനത്തെ
അതിനെ രാഷ്ട്രീയമായി അതിജീവിക്കാൻ ഇച്ഛാശക്തിയുള്ളൊരു ബദൽ നമ്മുടെ രാജ്യത്ത് ഇല്ലാതെ വരുമ്പോൾ രാജ്യത്തിന്റെ സാമ്പ്രദായിക പ്രസ്ഥാനങ്ങൾ ഭരണഘടനയോടൊപ്പം നിൽക്കുന്നതിന് പകരം സംഘപരിവാറിന്റെ ഭീകരമായ പ്രത്യയശാസ്ത്രത്തോട് മത്സരിച്ചുകൊണ്ട് അവരും അതേ അജണ്ട തന്നെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഗുരുതരമായ സാമൂഹ്യ രാഷ്ട്രീയ സ്ഥിതിവിശേഷത്തിൽ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷിക്കണമെന്ന് നാം പറയുന്നത് നരേന്ദ്രമോദി ഗവൺമെന്റിനോടല്ല, അത് നമ്മുടെ ബാധ്യതയാണ് എന്ന നിലയിലാണ്. സംഘപരിവാർ ഗവൺമെന്റിനോടുള്ള അഭ്യർത്ഥനയല്ല, മറിച്ച് രാജ്യത്തിന്റെ പൊതുസമൂഹത്തോട് നാം സംവദിക്കുകയാണ്. ഈ രാജ്യത്തിന്റെ ഭരണഘടന നമുക്ക് സംരക്ഷിച്ച് രാജ്യത്തെ വീണ്ടെടുക്കണമെന്ന്. അതുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് സർവ്വ സ്വാതന്ത്ര്യവും, നമ്മുടെ മതസ്വാതന്ത്ര്യം ഉൾപ്പെടെ, വിശ്വാസ സ്വാതന്ത്ര്യം, ആഹാര സ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യം ഉൾപ്പെടെ, അക്ഷരം പഠിക്കാനുള്ള സ്വാതന്ത്ര്യം ഉൾപ്പെടെ സംരക്ഷിക്കപ്പെടുന്ന ഇന്നിന്റെ സാഹചര്യം നിലനിർത്തണമെങ്കിൽ രാഷ്ട്രീയമായി പാർലമെന്റിൽ സ്വാധീനമുണ്ടാക്കി സർവ അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും കവർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്രാഹ്മണിക്കൽ രാഷ്ട്രീയത്തിനെതിരെ ജനാധിപത്യത്തിന്റെ സർവസ്വാധീനവുമുള്ള നവരാഷ്ട്രീയ പ്രസ്ഥാനം വളർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. അതുകൊണ്ട് അത്തരം ഒരു രാഷ്ട്രീയ പ്രക്രിയയിൽ നിർഭയത്വത്തോടെ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകണമെന്ന ഭരണഘടന സംരക്ഷിക്കുന്ന രാഷ്ട്രീയ സംവിധാനം രാജ്യത്തിന്റെ പാർലമെന്റ് നിയന്ത്രിക്കുന്ന നല്ല നാളേക്ക് വേണ്ടിയുള്ള ഒരു ഇടപെടൽ ഉണ്ടാകണമെന്ന് വളരെ കൃത്യമായി ഇന്നിന്റെയും നാളുകളുടെയും രാജ്യത്തിന്റെയും സമൂഹത്തിന്റെയും പൗരാവകാശങ്ങളുടെയും സർവ്വ കാര്യങ്ങളും ഉന്നയിച്ചുകൊണ്ടുള്ള ഒരാശയം സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രയാണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമല്ല, അത്തരം ഒരാശയമാണ് രാജ്യവ്യാപകമായി ഈ പാർട്ടി സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു ജാഥയിലൂടെ, യാത്രയിലൂടെ മാത്രമല്ല, രാജ്യത്തിന്റെ 15 സംസ്ഥാനങ്ങൾ വ്യവസ്ഥാപിതമായ പ്രവർത്തനത്തിലൂടെ 1.5 പതിറ്റാണ്ടിലധികമായി ഈ ആശയം സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പ്രാഥമികമായിട്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, സാമ്പ്രദായികമായ പ്രസ്ഥാനങ്ങൾ നമുക്ക് എന്തെങ്കിലും ചെയ്തു തരുമെന്ന അബദ്ധധാരണ തിരുത്തിക്കൊണ്ട് വരാൻ പോകുന്ന തലമുറയ്ക്ക് വേണ്ടി ഭരണഘടന സംരക്ഷിച്ച് കാവലൊരുക്കിയതിന്റെ ഗുണഭോക്താക്കളായി അവർക്ക് ജീവിക്കാനുള്ള അവസരത്തിന് വേണ്ടി ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. അത്തരമൊരു രാഷ്ട്രീയ സംഘാടനം നടത്തേണ്ട ബാധ്യത നമുക്കുണ്ട്. ഭാവിയിൽ അതിന്റെ വിജയത്തിന്റെ ഗുണഭോക്താക്കളായി രാജ്യനിവാസികൾ ഇവിടെ ജീവിക്കുന്ന ഒരു ലക്ഷ്യം നിർണ്ണയിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട് എന്ന് ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്. അതാണ് കേരളത്തിന്റെ ജനതയോട് പറഞ്ഞത്. മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി, നമുക്കറിയാം, ജാതി സെൻസ് നടപ്പിലാക്കണമെന്നാണ് ഉന്നയിക്കുന്നത്. ജാതി സെൻസ് വിഭവങ്ങൾ കൊടുക്കുമ്പോൾ, ഉദ്യോഗം കൊടുക്കുമ്പോൾ, അതോടൊപ്പം തന്നെ തൊഴിൽ വിഭജിക്കുമ്പോൾ, അങ്ങനെ എന്ത് സംഗതികളുമായിട്ട് രാഷ്ട്രവിഭവങ്ങൾ ഓഹരി വെക്കുമ്പോൾ ഓരോ സാമൂഹ്യ വിഭാഗത്തിനും അർഹമായ വിഹിതം കിട്ടിയിട്ടുണ്ടോ എന്ന കണക്കെടുപ്പ് നടത്തേണ്ടതുണ്ട്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ 3/4 നൂറ്റാണ്ട് പിന്നിടുമ്പോഴും ഈ രാജ്യത്തിന്റെ ഭൂമി മുഴുവനും ആരുടെ കയ്യിലാണ് എന്ന് നമുക്കറിയേണ്ടതുണ്ട്. അധികാരം ആരുടെ കയ്യിലാണ് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ബീഹാറിൽ നടന്ന ജാതി സെൻസസ് ആ കണക്ക് പുറത്തു വന്നപ്പോൾ ബീഹാറിന്റെ 91% വരുന്ന ജനത ഈ രാജ്യത്തിന്റെ ഇരകളാക്കപ്പെടുന്ന അവർണ ജനതയാണ് എന്ന് തിരിച്ചറിയുമ്പോൾ ബീഹാറിൽ ഭരണസ്വാധീനം ആ സമൂഹത്തിന് വേണ്ടതുപോലെ ലഭ്യമല്ല എന്ന് പറയുമ്പോൾ രാജ്യത്തിന്റെ പൊതു കണക്ക് ഏകദേശം അത് തന്നെയാണ്. 91% വരുന്ന ഈ രാജ്യത്തിന്റെ പാർശ്വവൽകൃത, പിന്നാക്ക, കീഴാള, ന്യൂനപക്ഷ ഭൂരിപക്ഷമാണ് ഈ രാജ്യത്തിന്റെ വോട്ടർമാർ, ഈ രാജ്യനിവാസികൾ, ഈ രാജ്യക്കാർ, ഈ രാജ്യത്തിന്റെ പൗരന്മാർ. ആ 91% അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ട തരത്തിൽ നയരൂപീകരണം നടക്കേണ്ട പാർലമെന്റിലേക്ക് നാളിതുവരെ നാം വോട്ട് ചെയ്ത് വിട്ടത് അതിന് വിരുദ്ധമായി നിലപാട് സ്വീകരിക്കുന്ന സവർണ ആശയം നെഞ്ചിലേറ്റിയ രാഷ്ട്രീയക്കാരെയോ അതിന്റെ പ്രതിനിധികളെയുമാണ്. അതുകൊണ്ടാണ് സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും കാലമായിട്ടും ഞങ്ങളുടെ അവകാശങ്ങൾ വേണ്ടതുപോലെ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇവിടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ 12 വീതന ശശി തരൂരും ഉൾപ്പെടെയുള്ളവർ മത്സരിക്കുന്നുണ്ട്. സംഘപരിവാറിന്റെ പ്രതിനിധിയും ഉണ്ടാകും. പ്രേമചന്ദ്രൻ പറഞ്ഞതുപോലെ BJP സംഘപരിവാറിന്റെ പാർട്ടിയല്ല എന്ന അഭിപ്രായമല്ല നമുക്കുള്ളത്. സംഘപരിവാറിന്റെ രാഷ്ട്രീയമാണ് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വെക്കുന്നത്. ഇവിടെ മത്സരിക്കും. ഞാൻ പറയുന്നത്, നിങ്ങൾ ഒരു വട്ടം ആലോചിക്കേണ്ടത്, കഴിഞ്ഞ പാർലമെന്റിൽ
നരേന്ദ്രമോദി ഗവൺമെന്റ് കൊണ്ടുവന്ന സവർണ വിഭാഗത്തിന് വീണ്ടും സംവരണ സമുദായ അംഗങ്ങളുടെ വിഹിതം ബലമായി പിടിച്ചെടുത്തു കൊടുക്കുന്ന സാമ്പത്തിക സംവരണ നിയമത്തിന് ഒപ്പുചാർത്തിയവരും ഒപ്പുചാർത്തുന്നതിനെ പിന്തുണച്ചവരുമാണ് ഈ പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. അടിസ്ഥാന പ്രശ്നങ്ങളെ പരാമർശിക്കാതെ, അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതെ, പാർലമെന്റ് വേണ്ടതുപോലെ ഉപയോഗിക്കാതെ, കല്യാണങ്ങൾക്കും മരണങ്ങൾക്കും വീട്ടിൽ വരുന്നവരും മതപരിപാടിയിൽ സാന്നിധ്യം അറിയിക്കുന്നവരുമാകണം നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം എന്ന ചിന്തയെ തിരുത്തിക്കൊണ്ട് പാർലമെന്ററി സംവിധാനത്തിൽ ഭരണഘടനയോടൊപ്പം നിന്ന് ഈ രാജ്യത്തിന്റെ ഭൂരിപക്ഷത്തിന്റെ താല്പര്യം പരിരക്ഷിക്കുന്നവരാകണമെന്ന ഒരു രാഷ്ട്രീയ നിലപാട് നമുക്ക് വേണം. ഞാൻ പറയുന്നത് അതുകൊണ്ട് ഈ രാജ്യത്ത് ഓരോരുത്തരുടെയും ഓരോ വിഭാഗത്തിനെയും ജാതി തിരിച്ചുള്ള കണക്കെടുക്കണം. എന്തിനാ തടസ്സം നിൽക്കുന്നത്? ആരാണ് കൈയടക്കി വെച്ചെന്ന് തിരിച്ചറിയണം. കേരളത്തിൽ NSSും മാർക്സിസ്റ്റ് പാർട്ടിയും ഉൾപ്പെടെയുള്ളത് അതിനെ എതിർക്കുന്നുവെങ്കിൽ, കോൺഗ്രസും ഒരു പരിധി വരെ നിലപാട് സ്വീകരിക്കുന്നുവെങ്കിൽ എന്താണ് നിങ്ങൾക്ക് തടസ്സമുള്ളത്? ഓരോ ജാതി മത വിഭാഗത്തിന്റെ കണക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ 10% വീണ്ടും സവർണ സംവരണം കൊടുത്തപ്പോൾ അവർക്കിനി അർഹതപ്പെട്ടത് ഒരു 10% കൂടി ഉണ്ടെങ്കിൽ കണക്കെടുത്ത് നിങ്ങൾ കൊടുക്ക്. അതല്ല, ഈ കേരളത്തിന്റെ ഭൂരിപക്ഷത്തിന്റെ അവർ കൈയടക്കി വെച്ചിരിക്കുന്നുവെങ്കിൽ അത് തിരിച്ചു വാങ്ങിത്തരാമെന്ന് പറയാനുള്ള ഒരു രാഷ്ട്രീയ മര്യാദ കേരളത്തിന്റെ ഇരുപക്ഷങ്ങൾക്കും ഉണ്ടാകണ്ടേ. അതുകൊണ്ട് ജാതി സെൻസ് നടപ്പിലാക്കണം. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. മറ്റൊന്ന്, പൗരാവകാശം നിഷേധിക്കുന്ന നിയമങ്ങളുണ്ട്, ഭീകര നിയമങ്ങൾ. ഇന്നത്തെ ഒരു പത്രവാർത്തകളെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഉദ്ഘാടകനൊന്ന് സൂചിപ്പിച്ചു. എന്താണ്? 30 വർഷത്തിലധികമായി ടാഡ എന്ന് പറയുന്ന നിയമത്തിന്റെ പേരിൽ കൽത്തുറുങ്കിൽ അടയ്ക്കപ്പെട്ട 84 വയസ്സുകാരന് ആ കേസിൽ നിന്നും കോടതി വിടുതൽ നൽകിയിരിക്കുന്നു. ടാഡയ്ക്കെതിരെ ഒരു കാലത്ത് ഒരുപാട് സമരം കേരളത്തിൽ ഉൾപ്പെടെ നടന്നിട്ടുണ്ട്. പോട്ടയ്ക്കെതിരെ ഇവിടെ സമരങ്ങൾ നടന്നിട്ടുണ്ട്. അത്തരം ഭീകര നിയമങ്ങൾ പിൻവലിച്ചിട്ട് അതിനേക്കാൾ അതിഭീകരമായ നിയമങ്ങൾ UAPA ഉൾപ്പെടെയുള്ള നിയമങ്ങൾ കൊണ്ടുവരികയും ഓരോ ഗവൺമെന്റും മാറി മാറി മത്സരിച്ച് അത് കൂടുതൽ ഭീകരമാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. ലക്ഷക്കണക്കിന് ആളുകൾ ഉദ്യോഗം മതന്യൂനപക്ഷത്തിന് കിട്ടാറില്ല, പട്ടികജാതി പട്ടികവർഗത്തിന് സാമൂഹ്യമായ അംഗീകാരം കിട്ടാറില്ല, കീഴാളന് അധികാരത്തിൽ പങ്കാളിത്തമില്ല. പക്ഷെ ഇന്ത്യയുടെ ജയിലറകളിൽ കരിനിയമങ്ങൾ അഥവാ ഭീകര നിയമങ്ങൾ ചാർത്തപ്പെട്ട് കൽത്തുറുങ്കിൽ അടയ്ക്കപ്പെട്ടതിന്റെ 98-99% ഈ രാജ്യത്തിന്റെ അടിസ്ഥാന ജനവിഭാഗങ്ങളാണ്, മതന്യൂനപക്ഷങ്ങളാണെന്ന് തിരിച്ചറിയുമ്പോൾ ഇന്ത്യൻ പാർലമെന്റിൽ രാജ്യത്തിന് വേണ്ടിയല്ല നിയമമുണ്ടാക്കുന്നത്. ഭരിക്കുന്നവരെ അസ്വസ്ഥപ്പെടുത്തുന്ന സമരങ്ങളോ ഇടപെടലുകളോ അല്ലെങ്കിൽ ഒരു സമൂഹം അവകാശബോധമുള്ളവരായി തീർന്നാൽ അവരെ നിശബ്ദമാക്കുന്നതിനും പിന്നീട് അത്തരം ആളുകളെ കൽത്തുറുങ്കിലടച്ച് വിചാരണയില്ലാതെ തടവറയിൽ പാർപ്പിക്കുന്നതിനും അനുയോജ്യമായ നിയമങ്ങൾ നിരന്തരമായി ചുട്ടെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമായി പാർലമെന്റ് മാറിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ, അത്തരം സംസ്ഥാനങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ വളരെ കൃത്യമായി അതിനൊരു തിരുത്തലുണ്ടാകുന്ന തരത്തിലേക്ക് ഇന്ത്യൻ പാർലമെന്റിന് ഈ രാജ്യത്തിന്റെ അടിസ്ഥാന ഭൂരിപക്ഷം വരുന്ന 91% നിയന്ത്രിക്കുന്ന ഒരു രാഷ്ട്രീയ മുന്നേറ്റം, ഒരു ജനമുന്നേറ്റം, ഒരു ജനാധിപത്യ മുന്നേറ്റം നാട്ടിൽ ഉണ്ടാകേണ്ടതുണ്ട് എന്ന പരസ്പരമുള്ള ഓർമ്മപ്പെടുത്തലും ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പരസ്പരമുള്ള ആഹ്വാനവുമാണ് ഈ യാത്രയിലൂടെ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാരെങ്കിലും ഏൽപ്പിച്ചാൽ നടക്കുന്നതല്ല. അതോടൊപ്പം രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കൽ. ഞാൻ പറഞ്ഞതുപോലെ തടവുകാരുടെ എണ്ണം ഈ പ്രസ്ഥാനത്തിന്റെ പ്രഥമ പ്രസിഡന്റ് അബൂബക്കർ ഉൾപ്പെടെ ഇന്ന് കൽത്തുറുങ്കിൽ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിനത് പ്രശ്നമാണ് എന്നതല്ല നമ്മുടെ പ്രശ്നം. ആയിരക്കണക്കിന് രാഷ്ട്രീയ തടവുകാർ ഇന്ത്യൻ ജയിലുകളിലുണ്ട്. അവരത്തരം തടവുകാരെ വിട്ടയക്കണം, അല്ലെങ്കിൽ അവരെയെല്ലാം വിട്ടയക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ മുന്നേറ്റം രാജ്യത്തുണ്ടാക്കേണ്ട ബാധ്യത നമുക്ക് ഏറ്റെടുക്കണമെന്നാണ് ഈ ജാഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊരു ചെറിയ കാര്യമല്ല. അതുപോലെ നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനം തകർത്തുകൊണ്ടിരിക്കുകയാണ്. ആരാണ് ഫെഡറൽ സംവിധാനം തകർക്കുന്നത്? അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കേരളം. കേരളത്തിന്റെ ഗവർണർ അദ്ദേഹത്തിന് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ
നപുംസകമെന്ന് പറയാൻ പറ്റുന്നെങ്കിൽ ഒന്നാമത് പരിഗണിക്കേണ്ട പേരാണ്. നമുക്ക് ബോധ്യമുണ്ട്, ഇന്ത്യൻ പാർലമെന്റിൽ ഭരണഘടനാ വിരുദ്ധമായ ഒരു നിയമത്തിനെതിരെ പാർലമെന്റ് ഒരു കോടതി പരാമർശത്തിനെതിരെ പാർലമെന്റ് നിയമം കൊണ്ടുവന്നപ്പോൾ മുസ്ലിങ്ങളോടുള്ള അന്ധമായ വിരോധത്തിന്റെ പേരിൽ മാത്രം 1980-കളിൽ ആ ഒരു പ്രസ്ഥാനവുമായി ബന്ധം വിച്ഛേദിച്ച് മുസ്ലിം വിദ്വേഷ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒറ്റ യോഗ്യതയാണ് ആരിഫ് മുഹമ്മദ് ഖാന്റെ 40 വർഷത്തെ രാഷ്ട്രീയ ചരിത്രത്തിലുള്ളത്. അദ്ദേഹത്തെ കേരളത്തിൽ എന്ന് പറഞ്ഞാൽ എവിടെയും പിടിച്ചുപറിക്കാരനായി ഇറങ്ങുന്ന ഒരാളെ അവരോധിച്ച് കേരളീയ സമൂഹത്തിന്റെ അവകാശങ്ങൾ കവർന്നെടുക്കുകയാണ്. അതിൽ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ റോളും ഒരു പ്രധാനമാണ്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതോടൊപ്പം എന്താണ് GST സംവിധാനം, നമ്മുടെ എല്ലാ നികുതി പണം കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് സ്റ്റേറ്റുകൾക്ക് അർഹതപ്പെട്ട വിഹിതം തരുന്നില്ല. നമ്മുടെ സംസ്ഥാനത്തിന്റെ വികസനത്തിന്റെ പദ്ധതികൾക്ക് വിനിയോഗിക്കേണ്ട സമ്പത്ത് മുഴുവനും ഏകീകരിച്ച നിയമത്തിലൂടെ കൊള്ളയടിച്ചിട്ട് അർഹതപ്പെട്ട വിഹിതം ഇങ്ങോട്ട് തരുന്നതിന് പകരം സംഘപരിവാറിന് താല്പര്യമുള്ള ഗവൺമെന്റുകൾക്ക് മാത്രം കൊടുത്തുകൊണ്ടിരിക്കുന്ന, UPക്ക് ഉൾപ്പെടെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു നീതി നിഷേധം, ഒരു പിടിച്ചുപറി രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്ന സിസ്റ്റം. ഫെഡറൽ സംവിധാനം എന്ന് പറയുന്ന ഒരുപാട് സ്റ്റേറ്റുകളുടെ ഒരു യൂണിയനാണ് ഇന്ത്യ. ആ ഓരോ സ്റ്റേറ്റിനും അതിൻ്റെതായ പരമാധികാരമുണ്ട്. കേരള നിയമസഭ ഉൾപ്പെടെ തെരഞ്ഞെടുക്കപ്പെട്ട സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് ഒരുപാട് അധികാരങ്ങളുണ്ട്. സെൻട്രൽ ഗവൺമെന്റ് അധികാരമുണ്ട്. രണ്ടു കൂടി സംഘർഷത്തിലാകാതെ വളരെ കൃത്യമായി ആലേഖനം ചെയ്ത നിയമങ്ങൾക്ക് വിധേയമായി സൗഹൃദത്തോടെയും ഇടപെട്ടുകൊണ്ടും സഹകരിച്ചും പോകേണ്ട ഒന്നാണ് ഫെഡറൽ സംവിധാനമെങ്കിൽ അതിന് വിരുദ്ധമായി ഏകീകരിക്കപ്പെടുന്ന ഒരു നിയമം മാത്രമല്ല, ലൈസൻസിന്റെ കാര്യത്തിലായാലും ഏത് കാര്യത്തിലും ഏകീകൃത നിയമം കൊണ്ടുവന്ന് ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്ന ഒരു സംവിധാനമുണ്ടെങ്കിൽ അത് തിരുത്തേണ്ടതുണ്ട്. തിരുത്തുന്ന തരത്തിലുള്ള രാഷ്ട്രീയ മുന്നേറ്റം ഇന്ത്യ രാജ്യത്ത് രൂപപ്പെടേണ്ടതുണ്ട്. അതോടൊപ്പം കർഷകരുടെ പ്രശ്നം നമുക്കത് ബോധ്യമുള്ളതാണ്. രാജ്യം അഭിമുഖീകരിക്കുന്ന സർവ്വ പ്രശ്നങ്ങളിൽ നിന്നും ഈ രാജ്യത്തിന്റെ പൊതുസമൂഹത്തെ വിമോചിതമാക്കാൻ സാധ്യമാകുന്ന തരത്തിലേക്കുള്ള സംഘപരിവാറിന്റെ താല്പര്യത്തിനനുസരിച്ച് മാത്രം കാര്യങ്ങൾ മുന്നോട്ട് പോകാത്ത ഒരു ഇന്ത്യ വീണ്ടെടുക്കേണ്ടതുണ്ട്. ഈ യാത്ര തുടങ്ങിയതിനു ശേഷം മിനിഞ്ഞാന്നുണ്ടായ സംഭവം നിങ്ങൾക്ക് ബോധ്യമുണ്ട്. ഈ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷന്റെ പേരിൽ ED വന്നിരിക്കുന്നു. ED വന്നുവെന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ഘാടകൻ സൂചിപ്പിച്ചതുപോലെ സെൻട്രൽ ഗവൺമെന്റിന്റെ സംഘപരിവാറിന്റെ ഒരു വിങ്ങായി പ്രവർത്തിക്കുന്നുവെന്നത് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. അന്വേഷണ ഏജൻസികളെ പറഞ്ഞുവിട്ട് എന്തെങ്കിലും ഒന്ന് കണ്ടെത്താൻ കഴിയില്ലെന്ന് ബോധ്യമുള്ളപ്പോഴും ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി നിർഭയ രാഷ്ട്രീയ സംഘാടനത്തെയും ഇടപെടലുകളെയും പിന്നോട്ടടിക്കാമെന്ന വ്യാമോഹത്തിലാണ് ഫാഷിസ്റ്റ് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇതൊരാശയമാണ്. സാമൂഹ്യ ജനാധിപത്യം എന്നൊരാശയമാണ്. ഇത് രാജ്യവും തലമുറയും ഏറ്റെടുക്കും. ഇതിന്റെ മുന്നേറ്റത്തിന്റെ മുന്നിൽ രാജ്യം ജയിക്കും, ഫാഷിസം തോൽക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് നമുക്ക് ഒരുമയോടെ മുന്നോട്ട് പോകാം. എല്ലാവരും രാഷ്ട്രീയ പ്രവർത്തകരായി മാറണം. ജനാധിപത്യത്തിൽ, ജനാധിപത്യ രാഷ്ട്രത്തിൽ, പൗരബോധത്തിൽ എനിക്ക് രാഷ്ട്രീയമില്ല എന്ന് പറയരുത്. പാരമ്പര്യമായി പെട്ടുപോയ രാഷ്ട്രീയത്തെ ഉപേക്ഷിച്ചുകൊണ്ട് അതിന്റെ ലാഭനഷ്ടങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് 60, 70, 50, 30, 20 വർഷമായി പലർക്കും വേണ്ടി സിന്ദാബാദ് വിളിച്ച് പലർക്കും വോട്ട് ചെയ്തിട്ടാണ് രാജ്യം ഈ ദുരവസ്ഥയിലെത്തിയത്. ഇനി രാജ്യനിവാസികൾക്ക് വേണ്ടിയുള്ള, പൊതുസമൂഹത്തിന് വേണ്ടിയുള്ള, തലമുറയ്ക്കും നീതിക്കും സ്വാതന്ത്ര്യത്തിനും സത്യത്തിനും രാഷ്ട്രരക്ഷയ്ക്കും വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ നിലപാട് ഞാൻ സ്വീകരിക്കേണ്ടതുണ്ട് എന്ന ബോധത്തോടെ നമ്മുടെ രാഷ്ട്രീയം, നേരിന്റെ രാഷ്ട്രീയം, ഇന്ത്യയുടെ രാഷ്ട്രീയം അഥവാ ജനങ്ങൾക്കും ഭരണഘടനയ്ക്കും വേണ്ടിയുള്ള രാഷ്ട്രീയം സമൂഹത്തോട് പറഞ്ഞ് ആ നിലപാട് സമൂഹത്തെ ബോധ്യപ്പെടുത്തി അങ്ങനെ നമ്മുടെ ചുണ്ടുകൾ കാടുകൾക്ക് കൈമാറി ഒരു വലിയ മുന്നേറ്റമാക്കി മാറ്റാൻ നമുക്ക് സാധ്യമാകണം. അതുകൊണ്ട് ഒരു രാഷ്ട്രീയക്കാരനായി മാറുക, രാഷ്ട്രീയ നിലപാട് ആലോചിച്ച് നാം സ്വീകരിക്കുക. ഈ പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന നിർഭയത്വത്തിന്റെ ഭരണഘടനയുടെ രാഷ്ട്രീയം എന്റെ പ്രിയപ്പെട്ടവരെ ഓരോരുത്തരും നെഞ്ചിലേറ്റി അതിന്റെ വക്താക്കളായി മാറി നമുക്ക് രാജ്യത്തെ ഒരു പുതിയ സൂര്യോദയം സൃഷ്ടിക്കാം. അതിന് സാധ്യമാകണം. കടന്നു വരുന്ന വഴിയിൽ 10,000-കണക്കിന് ആളുകളാണ് സമ്മേളനങ്ങൾ പങ്കെടുത്തത്. വളരെ പെട്ടെന്ന് തീരുമാനിച്ച ഒരു യാത്രയാണ്. ഇതിൽ ഈ പാർട്ടിയുടെ ഒരു യുവനിരയുണ്ട്. ഇതിന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടെ ഓരോ ജില്ലകളും വളരെ നല്ല രീതിയിൽ പരിപാടി ഏറ്റെടുത്തു.
അവസാനം തിരുവനന്തപുരം ജില്ലയിൽ വരുമ്പോൾ തിരുവനന്തപുരം ജില്ല ഇവിടെ ഇത്രയും വലിയ ഒരു പ്രൗഢമായ ഒരു സ്വീകരണം ഒരുക്കി. അതിന് ജില്ലയുടെ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ അതിന്റെ ബ്രാഞ്ച് വരെയുള്ള മുഴുവൻ ഘടകങ്ങൾക്കും ഈ ജാഡയ്ക്ക് വേണ്ടി, സ്റ്റേറ്റ് കമ്മിറ്റിക്ക് വേണ്ടി, ജാഡ ക്യാപ്റ്റൻ എന്ന നിലയിലും പാർട്ടിയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് എന്ന നിലയിലും കൃത്യമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇത് ഏറ്റെടുത്ത പാർട്ടി പ്രവർത്തകരോടും ഇത് അറിഞ്ഞിവിടെ എത്തിച്ചേർന്ന ഈ വരുന്ന വലിയ ജനക്കൂട്ടത്തോടും പാർട്ടിയുടെ നന്ദി അറിയിക്കുകയാണ്. നമുക്കൊരുമയോടെ മുന്നോട്ട് പോകാം. അതോടൊപ്പം ഈ ജാഥ ഇവിടെ എത്തിച്ചേരുമ്പോൾ ഇതിനു വേണ്ട മുഴുവൻ ക്രമീകരണങ്ങളും, എനിക്ക് തോന്നുന്നത് ഞാൻ പേര് പറയുന്നില്ല, ഇതിന്റെ സ്റ്റേറ്റ് കമ്മിറ്റി യുവനിര അവർ വാഹനത്തിൽ സഞ്ചരിക്കുകയായിരുന്നില്ല. തുടക്കം മുതൽ ഒടുക്കം വരെ ഇതിന്റെ ക്രമീകരണവുമായി ബന്ധപ്പെട്ട് റോഡിലൂടെ സഞ്ചരിച്ച് ഇവിടം വരെ എത്തിച്ചേർന്ന യുവനിര ഉൾപ്പെടെയുള്ളവരുണ്ട്. അങ്ങനെ വലിയൊരു കൂട്ടായ്മയാണ്, സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ഒരു കൂട്ടായ്മയാണ് ഇതിവിടെ എത്തിച്ചേർന്നതിന്റെ പിന്നിലുള്ളത്. പാർട്ടി തീരുമാനിച്ച ജാഥയാണ്. എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകുന്ന കളക്റ്റീവ് ലീഡർഷിപ്പ് എന്നെല്ലാം പറയാറുണ്ട്. അത്തരമൊരു പ്രവർത്തനത്തിലൂടെയാണ് ഈ പ്രയാണം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. തുടർന്ന് ഇതിന്റെ പ്രവർത്തനത്തിലും ഇതിന്റെ രാഷ്ട്രീയ നിലപാടുകളിലും ഒരുമിച്ചുണ്ടാകണം. അങ്ങനെ ഒരു 10-20 കൊല്ലം കഴിയുമ്പോൾ ഇന്ത്യ, ഈ രാജ്യത്തിന്റെ അർഹതപ്പെട്ടവർ നിയന്ത്രിക്കുന്ന ജനാധിപത്യത്തിന്റെ പൂർണ്ണത കാണാൻ നമുക്കും നമ്മുടെ തലമുറയ്ക്കും സാധ്യമാകണം. അത് സാധ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടും ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഏവർക്കും കൃത്യമായി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്, ജില്ലാ കമ്മിറ്റിക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്, ഇതൊരു വലിയ മുന്നേറ്റത്തിന് കാരണമാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഔപചാരികമായി ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് സോഷ്യൽ ഡെമോക്രസി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.